IPL ഏറ്റവും ആവേശകരമായ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. ആരാകും പ്ലേ ഓഫിലെന്ന് ഇപ്പോഴും ഉറപ്പിക്കാനാകാത്ത നിലയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് 18ാം സീസണിൽ കാണുന്നത്. 7 ടീമുകൾക്കും ഇപ്പോഴും സാധ്യത അവസാനിച്ചിട്ടില്ല. ഒരു ജയം അകലെയാണ് പഞ്ചാബ് കിങ്സിന് പ്ലേ ഓഫ് സ്പോട്ട്. അവസാന 3 മത്സരത്തിലും ജയം നേടാനാകാത്ത ഡൽഹിക്ക് സാധ്യത നിലനിർത്താൻ ഇന്നത്തെ ജയം അനിവാര്യം. മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ എന്ന നിലയിൽ കയ്യടി ഒരിക്കലും ലഭിക്കാറില്ല ശ്രേയസ് അയ്യറിന്. പക്ഷേ IPL-ൽ എക്കാലവും ടീമുകളെ മുന്നിൽ നിന്ന് നയിച്ച നായകനാണ് ശ്രേയസ്. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഞ്ചാബിനെ പ്ലേ ഓഫിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ഇത്തവണ പഞ്ചാബ് നായകന്. നിലവിൽ 11 മത്സരങ്ങളിൽ 15 പോയിന്റുമായി 3ാം സ്ഥാനത്തുള്ള പഞ്ചാബിന് 3 മത്സരങ്ങളിൽ ഒരു ജയം മതിയാകും അവസാന 4-ലെ സ്ഥാനമുറപ്പിക്കാൻ. 2014-ൽ ലീഗ് ഘട്ടത്തിൽ 1ാം സ്ഥാനക്കാരായാണ് പഞ്ചാബ് പ്ലേ ഓഫിലെത്തിയത്. ഫൈനലിൽ കൊൽക്കത്തയോട് തോറ്റു. പിന്നീട് ഒരിക്കലും പ്ലേ ഓഫിൽ എത്തിയിട്ടില്ല പഞ്ചാബ്. ഇത്തവണ പ്ലേ ഓഫ് മാത്രമല്ല, കിരീടം തന്നെയാണ് ശ്രേയസിന് കീഴിൽ ടീം സ്വപ്നം കാണുന്നത്. IPL-ൽ ഏതൊക്കെ കാലത്ത് ശ്രേയസ് അയ്യർ ടീമിനെ നയിച്ചിട്ടുണ്ടോ അന്നൊക്കെ ചരിത്ര നേട്ടത്തിലേക്ക് ടീമുകൾ എത്തിച്ചിട്ടുണ്ട്. 2015-ൽ 2,60,00,000 രൂപ മുടക്കിയാണ് 20-കാരനായിരുന്ന ശ്രേയസിനെ ഡൽഹി ടീമിലെടുത്തത്. ആദ്യ സീസണിൽ തന്നെ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേയസ് 2018-ൽ സീസണിനിടയിലാണ് ഗംഭീറിന്റെ പിൻഗാമിയായി നായകസ്ഥാനത്തേക്ക് എത്തുന്നത്. 2019-ൽ ഡൽഹിയെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്ലേ ഓഫിൽ എത്തിച്ചു ശ്രേയസ്. 2020-ൽ എത്തിയപ്പോൾ ശ്രേയസിന്റെ നേതൃത്വത്തിൽ ഡൽഹി ശക്തമായ സംഘമായി മാറിയിരുന്നു. ലീഗ് ഘട്ടത്തിൽ 2ാം സ്ഥാനത്തോടെ പ്ലേ ഓഫിലെത്തിയ ഡൽഹി ഫൈനലിൽ മുംബൈയോട് തോറ്റാണ് കിരീടം കൈവിട്ടത്. 2021-ൽ പരിക്ക് കാരണം സീസണിന്റെ തുടക്കം നഷ്ടമായ ശ്രേയസ് പിന്നീട് തിരിച്ചെത്തിയെങ്കിലും ഡൽഹി ക്യാപ്റ്റൻ സ്ഥാനം തിരികെ നൽകിയില്ല. ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി തുടരാൻ ടീം തീരുമാനിച്ചു. അടുത്ത സീസണിൽ ശ്രേയസ് കൊൽക്കത്തയിലേക്ക്. അവിടെയും കൊൽക്കത്തയുടെ മധ്യനിരയുടെ നെടുന്തൂണായിരുന്നു ശ്രേയസ്. ആദ്യ സീസണിൽ 14 കളിയിൽ നേടിയത് 401 റൺസ്. 2023-ൽ പരിക്ക് കാരണം സീസൺ നഷ്ടമായ ശ്രേയസ് കഴിഞ്ഞ വർഷം കൊൽക്കത്തയ്ക്ക് കിരീടം സമ്മാനിച്ചാണ് തിരിച്ചുവരവ് നടത്തിയത്. ബാറ്റിംഗിലും മിന്നും പ്രകടനം നടത്തിയ ശ്രേയസ് ഇന്ത്യൻ ടീമിലേക്കും തിരിച്ചു വന്നു. ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ടീമിന് കരുത്തായതും ശ്രേയസ് അയ്യരുടെ മധ്യനിരയിലെ പ്രകടനമാണ്. ഈ സീസണിൽ റിക്കി പോണ്ടിങ്ങിന്റെ ശിക്ഷണത്തിൽ മികച്ച സംഘമാണ് പഞ്ചാബിന് ലഭിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ 2ാമത്തെ താരമായി 26,75,00,000 രൂപയ്ക്കാണ് പഞ്ചാബ് ശ്രേയസ് അയ്യറിനെ സ്വന്തമാക്കിയത്. അതിനുള്ള മൂല്യം ആദ്യ സീസണിൽ തന്നെ നായകൻ നൽകി. ബാറ്റിംഗിൽ ഇതുവരെ 11 കളിയിൽ നേടിയത് 405 റൺസ്. 180.8 സ്ട്രൈക്ക് റേറ്റിലാണ് നായകന്റെ പ്രകടനം. 4 അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് തന്നെയാണ് മിക്ക മത്സരങ്ങളിലും ടീമിന് ബാറ്റിംഗിൽ കരുത്തായത്. 10 വർഷത്തിന് ശേഷമാണ് പഞ്ചാബ് കിങ്സ് 14 പോയിന്റ് നേടുന്നുവെന്നതും ശ്രദ്ധേയം. ഇനിയൊരു ജയം കൂടി നേടിയാൽ പഞ്ചാബിനെ 2014-ന് ശേഷം ആദ്യമായി പ്ലേ ഓഫിൽ എത്തിക്കുന്ന നായകനാകും ശ്രേയസ് അയ്യർ. ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് പല താരങ്ങൾക്കും അർഹതയ്ക്കപ്പുറമുള്ള പ്രോത്സാഹനം നൽകുന്ന പലരും ശ്രേയസിലെ കഠിനാധ്വാനിയെ, അസാധ്യ മികവുള്ള ബാറ്ററെ, ക്യാപ്റ്റനെ കണക്കിലെടുക്കാറില്ല. അത്തരം വിമർശകർക്ക് പ്രകടനം കൊണ്ട് മറുപടി നൽകുന്നതാണ് ശ്രേയസിന്റെ ശീലം. ഇന്ന് ഡൽഹിയെ നേരിടുമ്പോൾ ഒരിക്കൽ തന്നിൽ വിശ്വാസമർപ്പിക്കാതെ തഴഞ്ഞതിന് മധുര പ്രതികാരം നൽകാൻ കൂടിയാണ് ശ്രേയസ് ഇറങ്ങുന്നത്. ഡൽഹി ആകട്ടെ ഇന്ന് ജയിച്ച് പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കാനാണ് ഇറങ്ങുന്നത്. 3 മത്സരങ്ങളിൽ ജയമില്ല ഡൽഹിക്ക്. 11 കളിയിൽ 13 പോയിന്റുള്ള ഡൽഹിക്ക് അടുത്ത 3 മത്സരങ്ങളിൽ 2 ജയം ഉറപ്പാക്കണം. 2 തുടർ തോൽവികൾക്ക് ശേഷം ഹൈദരാബാദിനെതിരായ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതോടെ പ്രതിസന്ധിയിലാണ് ഡൽഹി. ശ്രേയസിന് ചരിത്ര നേട്ടത്തിലേക്ക് പഞ്ചാബിനെ എത്തിക്കാനുള്ള നിയോഗമാണ് ഇത്തവണ. ഒരു ജയം പ്ലേ ഓഫിലേക്ക് പടികേറ്റും. അവിടം കൊണ്ട് തീർക്കാനല്ല, പഞ്ചാബിന് കിട്ടാക്കനിയായി കിരീടം സമ്മാനിക്കാൻ തന്നെയാണ് ഇത്തവണ ലക്ഷ്യം. നേടുമോ ശ്രേയസ്? കാത്തിരിക്കുകയാണ് ആരാധകർ.